അവർക്കിനി എന്നും പെരുന്നാള്. വീട്ടിൽ പോയിട്ട് ബാക്കി എവിടെ അസുഖം എനിക്ക് മനസ്സിലായി. ഉമ്മ വെക്കാൻ മിടുക്കറാണ് ഞങ്ങള് പണ്ടേ. മടിന്ന് ഇറങ്ങി വാ മോളെ, ഇരിക്കൂ. നിലവില് വന്നോള്, നീ കരളായി പോന്നോള്. പരിണയരാവിൽ പവനൊരുകുമ്പോൾ ഹൃദയം തന്നോള്. നമസ്കാരം. പുതിയ കാഴ്ചകളിലേക്കും വിശേഷങ്ങളിലേക്കും തകർപ്പൻ ഗെയിംസിലേക്കുമുള്ള നമ്മുടെ പരവതാനി ഇവിടെ ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. സോ ലെറ്റ്സ് ബിഗിൻ ദിസ് ഷോ. ദിസ് ഈസ് റെഡ് കാർപ്പറ്റ്. നമ്മുടെ എപ്പിസോഡ് ഇങ്ങനെ കളർഫുൾ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിലും അതിൻ്റെ തിളക്കം ഒന്ന് കൂട്ടാനായിട്ട് നമുക്ക് നമ്മുടെ അതിഥിയെ ഇൻവൈറ്റ് ചെയ്യാനുള്ള സമയമായിരിക്കുകയാണ്. ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു, ചില സിനിമകളിലൊക്കെ നമ്മൾ കാണുമ്പോൾ പ്രതീക്ഷിക്കാത്ത ചില ട്വിസ്റ്റുകൾ സംഭവിക്കുന്നു, അല്ലെങ്കിൽ ഭയങ്കര ത്രില്ലിംഗ് ആയിട്ടുള്ള സീൻസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ചിലരുടെ ലൈഫിലും അത് സംഭവിക്കാറുണ്ട്. അങ്ങനെ ലൈഫിൽ ഒരു ട്വിസ്റ്റിംഗ് ലവ് സ്റ്റോറി അല്ലെങ്കിൽ ഭയങ്കര ത്രില്ലിംഗ് ആയിട്ടൊരു ലവ് സ്റ്റോറി സംഭവിച്ച രണ്ട് കപ്പിൾസ്, നായകനും നായികയുമാണ് നമ്മുടെ ഇന്നത്തെ ഗസ്റ്റ്. അതിൽ നായികയെ നമുക്ക് പരിചയപ്പെടാം. വിമാനം എന്ന് പറയുന്ന സിനിമയിലൂടെ മലയാളി മനസ്സുകളിലേക്ക് ലാൻഡ് ചെയ്ത നല്ലൊരു നർത്തകിയാണ്, നല്ലൊരു അഭിനേത്രിയാണ്, നല്ല സുന്ദരിയാണ്, എൻ്റെ കൂട്ടുകാരിയാണ്. ദുർഗാകൃഷ്ണ അങ്ങനെ വെൽക്കം. സങ്കടമുണ്ടോ? ഇല്ല. ഹാപ്പി അല്ലേ? ഓക്കെ. അപ്പൊ നമ്മളിതാ റെഡ് കാർപ്പറ്റ് ഷോയിൽ ഇങ്ങനെ വന്നിരിക്കുകയാണ്. നിങ്ങളുടെ കൂടുതൽ വിശേഷങ്ങൾ, കുറേ വിശേഷങ്ങളൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. എന്നാലും ഇങ്ങനെ അടുത്ത് ഇവർ രണ്ടുപേരും കിട്ടുമ്പോൾ, ഇവർ രണ്ടുപേരും ഒരുമിച്ച് നടന്നു വന്നപ്പോൾ നമുക്ക് തോന്നി ഇവരെ വെച്ചൊരു സിനിമ എടുത്താൽ നന്നായിരിക്കുന്നത്. ഭയങ്കര ചേർച്ചയുണ്ട് രണ്ടുപേരും, കണ്ണ് കിട്ടാതിരിക്കട്ടെ. അപ്പൊ നമുക്ക് ഐശ്വര്യയോട് തുടങ്ങിയാലോ? യെസ്. ഓക്കെ, സോ ലെറ്റ്സ് വെൽക്കം അർജുൻ ആൻഡ് ദുർഗ ടു ദി റെഡ് കാർപ്പറ്റ് ഷോ. അപ്പൊ ദുർഗ, അർജുൻ, ഞാൻ ആദ്യം തന്നെ എൻ്റെ ഇൻട്രോയിൽ പറഞ്ഞു നിങ്ങളുടെ ലവ് സ്റ്റോറി എന്ന് പറഞ്ഞാൽ കുറേ ട്വിസ്റ്റുകളും കുറേ
ഭയങ്കര സംഭവ ബഹുലമായിരുന്നു എന്ന്. ഏതെങ്കിലും ഒരു ട്വിസ്റ്റ് അതിൽ നടന്നത് ഓർമ്മയുണ്ടോ? കുറെ കാര്യങ്ങളൊക്കെ എനിക്ക് അറിയാം, പക്ഷെ എന്നാലും എന്തെങ്കിലും നമ്മുടെ പ്രേക്ഷകരായിട്ട് ഷെയർ ചെയ്യാൻ പറ്റാവുന്നത് മതി കേട്ടോ. പറ്റാവുന്ന ട്വിസ്റ്റ് ഇത് എന്താണെന്നറിയോ? അതായത് ഓരോ ടെസ്റ്റും, അതായത് അച്ഛനമ്മയ്ക്ക് ഇതൊന്നും അറിയില്ല. അല്ല, അവര് ഞെട്ടിക്കൊണ്ടിരിക്കും. ഓരോ ഷോസും അല്ലെങ്കിൽ ഞങ്ങളുടെ ഓരോ ഇന്റർവ്യൂസും കാണുമ്പോൾ ഓരോ ട്വിസ്റ്റിലും അവർക്കാണ് ഞെട്ടല്. ഇതൊക്കെ എപ്പോ ഇങ്ങനെ അല്ലായിരുന്നല്ലോ അവള് വീട്ടിൽ നിന്ന് നീ ഇങ്ങനെയായിരുന്നോ? ഇതല്ലാലോ നീ അന്ന് വീട്ടിൽ നിന്ന് പറഞ്ഞത് എന്നൊക്കെ. ട്വിസ്റ്റ് ഏത് ട്വിസ്റ്റ് ഏട്ടാ? കുറെ ഏത് ട്വിസ്റ്റ് ഏട്ടാ? അതായത് ലിസ്റ്റ് ഇങ്ങനെ നീണ്ട കിടക്കാണ്. ഇൻ ബിറ്റ്വീൻ ബ്രേക്കപ്പ്, അടിപിടി, ബഹളം, അടിപിടി ബഹളങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അത് പറ, അത് കേൾക്കാം. അടിപിടി ബഹളത്തിൽ ഒരു ബ്രേക്കപ്പിന്റെ അവസ്ഥയിലേക്ക് ഞങ്ങൾ എത്തിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ പിരിഞ്ഞു, അതായത് പിരിഞ്ഞു ഇവിടെ വരെ എത്തി. ഒമ്പോ നമ്മൾ തിരിച്ച് ബാക്ക് ടു അതാണ് ഞങ്ങളിപ്പോ കണ്ടോണ്ടിരിക്കുന്നത്. പക്ഷെ നിങ്ങൾ അങ്ങനെ പിരിഞ്ഞു, അത് കഴിഞ്ഞിട്ട് ആരാദ്യം സോറി പറഞ്ഞത്? അത് പറയൂ. ഞാൻ. ദുർഗ പറഞ്ഞു. ഞാൻ വിശ്വസിക്കില്ല കേട്ടോ. സത്യമായിട്ട് തോന്നുന്നേ ഇല്ല. ഇത് കാണുന്ന പോലെ ഒന്നും അല്ല കേട്ടോ. ഭയങ്കര പിടിവാശിയാ. നിക്കായിരുന്നു ഞാൻ. ഈശ കണ്ടിട്ട് മനസ്സിലായില്ലേ? ഞാനാണ് അങ്ങോട്ട് പോയത്. ദുർഗയാണ് ആദ്യം സോറി പറഞ്ഞത്. അത് കോമഡി എന്താ വെച്ചാൽ ബ്രേക്കപ്പ് ഞാനാ പറഞ്ഞത്. അതുകൊണ്ട് അപ്പൊ സോറി പറയേണ്ട ദുർഗ തന്നെയാണ്. അങ്ങനെയല്ല, അങ്ങനെ വെച്ചാൽ വലിയ വഴക്കുകൾ നടന്നു. പിന്നെ ആളെന്നെ മൈൻഡ് ചെയ്യണില്ല. അപ്പൊ അത് കഴിഞ്ഞ് പിന്നെ 15 ദിവസം കഴിഞ്ഞപ്പോ ഞാൻ വെറുതെ ഇങ്ങോട്ട് മൈൻഡ് ചെയ്യാൻ വേണ്ടിട്ട് ലെറ്റ്സ് ബ്രേക്കപ്പ് പറഞ്ഞിട്ട് ഞാൻ വെറുതെ ഇട്ട് നോക്കിയതാ. ആളത് അപ്രൂവ് അടിച്ചു. അല്ല, ഐ റിമെമ്പർ ഓഗസ്റ്റ് 15th ആയിരുന്നു. ഷീ സെൻഡ് മീ ഓൺ ഓഗസ്റ്റ് 14th ലേറ്റ് നൈറ്റ് ആണ് അയച്ചത്. സോ 15th ഏർലി മോർണിംഗ് ഞാൻ ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ അയച്ചു. പക്ഷെ ഞാൻ ആ സമയമാകുമ്പോഴേക്കും ഞാൻ നൈറ്റിൽ മെസ്സേജ് ചെയ്തു. ഞാൻ കുറെ നേരം വെയിറ്റ് ചെയ്തു, ഇതിനും റെസ്പോൺസ് ഇല്ല, ഒന്നുമില്ല. അപ്പൊ ഞാൻ ഓക്കെ, ഐ തോട്ട് ദാറ്റ് പുള്ളിക്കാരനും അതാണ് വേണ്ടത്, ആഗ്രഹം അതാണ് ബ്രേക്കപ്പ് തന്നെയാണ് ആഗ്രഹിക്കണേന്ന് വെച്ചിട്ട് ഞാൻ പിന്നെ ശരി എന്നാ ഞാൻ ബ്ലോക്ക് ചെയ്തു. പിന്നെ ഞാൻ ഭയങ്കര ഡിപ്രഷനിലായിരുന്നു. എനിക്ക് പറ്റണില്ല. ഞാനൊരു കുറച്ച് ഡേയ്സ് ഞാൻ ഭയങ്കര ഡിപ്രഷനിലേക്ക് പോയി. നെക്സ്റ്റ് ഡേ വീട്ടിൽ നിന്ന് ഞാനും എൻ്റെ അനിയനും കൂടെ ട്രിപ്പ് എന്നും പറഞ്ഞിട്ട് ഇറങ്ങി. പിന്നെ അവിടെ പോയിട്ട് ട്രിപ്പ് എന്ന് പറഞ്ഞിട്ട് അവിടെ പോയിരുന്ന് ഭയങ്കര അയ്യോടാ, അത് പറയുമ്പോ ഇപ്പോഴും കണ്ണു നിറയണു പാവത്തില്ല. അപ്പൊ അന്ന് അത്ര വിഷമിച്ചിട്ടുണ്ട്. അല്ല, ഞാൻ പറയും അതൊക്കെ നമ്മൾ തീർന്നല്ലോ. ഇപ്പൊ നിങ്ങൾ ഹാപ്പിയാണ്. എനിക്ക് തോന്നുന്നു ദുർഗ നല്ലൊരു ആർട്ടിസ്റ്റ് ആണ്, നമുക്ക് അറിയാം. പക്ഷെ എനിക്ക് അർജുനും നന്നായിട്ട് അഭിനയിക്കും എന്ന് എനിക്ക് തോന്നി. കാരണം ഞാൻ ചില വീഡിയോ ആണോ ഏതോ ഒരു വീഡിയോ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ദുർഗയെക്കാളും രസമായിട്ട് ഭയങ്കര ക്യൂട്ടായിട്ടുള്ള എക്സ്പ്രഷൻ അർജുൻ കൊടുക്കുന്നുണ്ടല്ലോ എന്ന്. നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടാലോ? ഏത് വീഡിയോ എന്ന് ഞാൻ പറയില്ല, വീഡിയോ അങ്ങോട്ട് നോക്കിക്കോളൂ. ഇപ്പൊ വരും. അർജുന്റെ എക്സ്പ്രഷൻ വരട്ടെ. എങ്ങനെയുണ്ടായിരുന്നു എന്റെ റാഗിങ്? ഞാൻ വളരെ തപ്പി പിടിച്ചിട്ട് ഞാൻ പറഞ്ഞു എന്തായാലും നമുക്കിത് ഇവിടെ പ്ലേ ചെയ്യണം, അവരെ കാണിക്കണം എന്നൊക്കെ എന്റെ ഭയങ്കര ആഗ്രഹമായിരുന്നു. അതാണ് ഇപ്പോൾ സാധിച്ചത്. പക്ഷെ ഭയങ്കര ക്യൂട്ടായിരുന്നു. ഇതിൽ നമുക്ക് എങ്ങനെയാണ് ഇവിടെ ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് ലൈവായിട്ട്? പോയി സൊല്ല കൂടാതെ അതെ, ഇവിടെ ഇരുന്നിട്ട് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ണും നോക്കി ഇരുന്നിട്ടോ അല്ലെങ്കിൽ എണീറ്റിട്ടോ അങ്ങനെ മടിയിലിരുന്നോളൂ. എന്താ അത്ര താല്പര്യം? എന്റെ ഒറ്റ ആഗ്രഹം എന്ന് പറഞ്ഞാൽ എന്റെ പ്രേക്ഷകർ സന്തോഷിക്കണം. അപ്പൊ നമുക്ക് തുടങ്ങാലോ ആ ഒരു കുഞ്ഞു സംഭവം. ഓക്കെ, സോ മ്യൂസിക്. ഭയങ്കര രസമുണ്ടായിരുന്നു. ഒന്ന് മടിയിൽ നിന്ന് ഇറങ്ങി വാ മോളെ, ഇവിടെ ഇരിക്കൂ. പിന്നെ അർജുൻ
സൗണ്ട് നല്ലതാ. ഡബിങ് എന്തെങ്കിലും ട്രൈ ചെയ്യാറുണ്ടോ? എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഇല്ല, ഞാൻ ചെയ്തിട്ടില്ല. ഇല്ല. ആഗ്രഹമുണ്ടോ? കൊറേ ഡബിങ്ങിന് പലരും വേണ്ടിയിട്ട് പറയാറുണ്ട്, പക്ഷെ ഞാൻ പറയുന്നുണ്ട്. try അല്ലേ ചെയ്തിട്ടില്ല. ഭയങ്കര ഒരു അതായത് അധികം കേൾക്കാത്ത ഒരു സൗണ്ട് ആയിട്ട് നിൽക്കുക. വേണമെങ്കിൽ ട്രൈ ഒക്കെ ചെയ്യാം അല്ലേ? ഈ ദുർഗയെ പേടിപ്പിക്കാൻ ദുർഗ എന്നൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ ദുർഗ കിടുകിട വിറക്കുമായിരിക്കും. ഇല്ല. പിന്നെ പാട്ട് ഇല്ല, പാടുവോ? പാട്ട് പാടാറില്ല. പാട്ട് പാടില്ല. ഇല്ല, ഇല്ല. ഒരു പാട്ട് എപ്പോഴും അത് പാടാറുണ്ട് പറ. ലോണേട്ടാ. ഇല്ല, ഞാൻ മറന്നു. lyrics ഒക്കെ മറന്നുപോയി. ലിറിക്സ് പറഞ്ഞു കൊടുക്കൂ. അല്ല, ലിറിക്സ് പറഞ്ഞു ഒരു കൊടുക്കൂ. കൃഷ്ണന്റെ ഒരു പാട്ട് എപ്പോഴും പാടാറുണ്ട്. സിനിമ പാട്ടാണോ? സിനിമ പാട്ടാണ്. ഏതാ അത്? കൃഷ്ണന്റെ ഇല്ല, പാട്ട്? അത് നമ്മുടെ എല്ലാവരുടെയും favourite രണ്ടുപേരും ആയിട്ടുള്ള പാട്. ലാലേട്ടന്റെ ദേവാസുരത്തില് നമ്മുടെ ഒടുവിൽ സാർ വന്നിട്ട് പാടുന്ന സോങ് ഉണ്ടായിരുന്നു. അജിത MG രാധാകൃഷ്ണൻ സാർ അയ്യോ അത് പാടിയിട്ടുള്ള. പാട് അത് പാട്. അജിത് അല്ല, വന്ദേ വന്ദേ മുകുന്ദ മുകുന്ദ എന്നാ അത് പാട്. അത് ഞാൻ ആക്ച്വലി ഇപ്പൊ പാടുന്നത് ശരിയല്ല, വെറുതെ പ്രേക്ഷകരെ ഇല്ല, രണ്ട് വരി മതി. രണ്ട് ഇപ്പൊ വരി. ഓൾറെഡി സൗണ്ടിന് ഫാൻസ് ഉണ്ട്. വെറുതെ പാട്ട് പാടി അതെ, അതെ, പാടാക്കണ്ട. ഫാൻസിന് കളയണ്ട. ആൻസർ കൂട്ടാനാണ് നോക്കുന്നത്. എന്നാലും രണ്ടുപേര് പാടിയാൽ മതി, ബാക്കി നമ്മള് അഡ്ജസ്റ്റ് ചെയ്യാലോ. ഓക്കെ. പിച്ചൊന്നും വേണ്ട, ഏയ് അതൊന്നും വേണ്ട. ആ. അത് ആക്ച്വലി ഈ സൗണ്ടിന് മാച്ച് ആയിട്ട് MG രാധാകൃഷ്ണൻ സാറിന്റെ വോയിസ് ആയിരുന്നു എന്റെ ഓർമ്മ. So, അതുകൊണ്ട് മാത്രം ആ സോങ് എനിക്ക് അതെ അതെ അദ്ദേഹമാണ് നമുക്ക് അത് പാടിയത്. കുഴപ്പമില്ല. വന്ദേ മുകുന്ദ ഹരേ ജയ ശൗരേ സന്താപഹാരി മുരാരേ ദ്വാപര ചന്ദ്രിക ചർച്ചിതമാം നിന്റെ ദ്വാരകാപുരിയെവിടെ തീലിത്തിളക്കവും കോലക്കുഴൽ പാട്ടും അമ്പാടി പൈക്കളുമെവിടെ ക്രൂരനിഷാദശരം കൊണ്ടു നീറുനിൻ കാൽക്കലൻ കണ്ണീർ പ്രണാമം പ്രേമസ്വരൂപനാം സ്നേഹസതീർത്ഥ്യന്റെ നെഞ്ചിലെന്നാത്മപ്രണാമം. നന്നായിട്ടുണ്ടായിരുന്നു. കാരണം പിന്നെ ഗുരുവായൂരാണല്ലോ സ്ഥലം. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു ഗുരുവായൂർക്കാരന് ഈ പാട്ട് പാടാതെ ഞങ്ങൾ എങ്ങനെ വിടും? ഞാൻ ചോദിച്ചിട്ട് ഇതുവരെ പാടി തന്നിട്ടില്ല. അപ്പൊ എല്ലാരും കൂടി ഇരിക്കുമ്പോ ചോദിക്കേണ്ട പുള്ളിയുടെ പോലെ ചോദിക്കണം. സ്വാസികനെ ഞാൻ വിളിക്കണം, എനിക്കൊന്ന് പഠിപ്പിച്ചു തരണം കേട്ടോ. അതായത് പുള്ളിയുടെ ഫ്രണ്ട്സ് ഒക്കെ ചോദിക്കുമ്പോ അവര് പറഞ്ഞ് പാടുന്നത് മാത്രമേ ഞാൻ കേട്ടിട്ടുള്ളൂ. അതെ, അതെ. അങ്ങനെയാണ് ഉണ്ണിയേട്ടൻ ഈ പാട്ട് പാടുന്നത്. അല്ലാണ്ട് ഞാൻ ഇപ്പൊ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇടയ്ക്ക് ചോദിക്കും ഒരു പാട്ട് പഠിത്ത ഉണ്ണിയേട്ടാ എന്ന് പറഞ്ഞാല് പാടില്ല. പാടില്ല. പക്ഷെ ഇത് ഭയങ്കര മറ്റേ മ്യൂസിക് ഒക്കെ വെച്ചപ്പോഴേ ഒരു വേറൊരു feel അതാ ലിറിക്സ് ഒക്കെ മാറിപ്പോയിന്ന് സംശയം ഇല്ല അങ്ങനെയൊന്നും എനിക്കറിയില്ല. കുഴപ്പമില്ല. ക്ഷമിച്ചോളൂ ട്ടോ. നമ്മുടെ പ്രേക്ഷകർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ എല്ലാം ക്ഷമിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ എന്തായാലും വളരെ നന്നായിരുന്നു. സീരിയസ്ലി പറയാണ്, നല്ല സൗണ്ടാണ്. ആ സൗണ്ടിൽ ഈ പാട്ട് കേൾക്കാനും ഭംഗിയുണ്ടായിരുന്നു. അസലായി. ദുർഗയുടെ നമുക്ക് പാട്ടും ഡാൻസും ഒക്കെ ഇനി വരുന്ന സമയത്ത് ഉണ്ടല്ലോ. ഇനി വേറെ വിശേഷങ്ങൾ നമ്മൾ ആ സിനിമയുടെ എന്നാണ് ഷൂട്ട് ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല അല്ലേ? ഇല്ല വരാൻ പോകുന്ന മൂവീസിന്റെ ആർട്ടിസ്റ്റുകൾ ഫിക്സ് ചെയ്തോ? അല്ല, അതിന്റെ കാസ്റ്റിംഗ് എല്ലാം നടക്കുന്നേ ഉള്ളൂ. നിങ്ങളുടെ പ്രൊഡക്ഷൻ ഹൗസിന് എന്തെങ്കിലും പേര്? 23 ഫീറ്റ് എന്നാണ്. 23. അതിന്റെ ഒരു ടാലന്റ് ഫെസ്റ്റ് ഒക്കെ നടക്കുന്നുണ്ട്. ടാലന്റ് ഫെസ്റ്റ് നടന്നിരുന്നു. That's good. ഓക്കെ. അപ്പൊ അങ്ങനെ ഉടനെ വളരെ നല്ല കുറേ സിനിമകൾ, ഒരു സിനിമയല്ല കുറേ നല്ല സിനിമകൾ ഇവരുടെ ഭാഗത്തുനിന്ന് വരുമെന്ന പ്രതീക്ഷയോടെ നമ്മളെല്ലാവരും കാത്തിരിക്കുകയാണ്. ഈ സംഭവങ്ങളൊക്കെ ഒന്ന് കഴിയട്ടെ അല്ലേ? കഴിയട്ടെ. അതെ. പിന്നെ നമുക്ക് ഒരു കുഞ്ഞു ഗെയിമും കൂടി. ഓക്കെ. അതെ, കാരണം ഇവിടെ നമ്മൾ വന്നിട്ട് ഇങ്ങനെ വിശ്രമിച്ചോണ്ടിരുന്നാണല്ലോ നമ്മൾ ഭയങ്കര ടയേർഡ് ആവൂടാ. നമ്മൾ എപ്പോഴും എന്തെങ്കിലും ചെയ്തോണ്ടിരിക്കണം. അതെ, അപ്പൊ ഗെയിം കളിക്കാൻ റെഡി അല്ലേ? യെസ്. റെഡി? Okay. റെഡി. അപ്പൊ ഇവർക്ക് വേണ്ടിയിട്ട് നല്ലൊരു ഗെയിം ഞാൻ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് നോക്കാം. യെസ്. അപ്പൊ ഞങ്ങളുടെ ഗെയിം കളിക്കാൻ ഞങ്ങളിങ്ങനെ റെഡി ആയിട്ടിരിക്കുക. ഞങ്ങളല്ല, ഇവരിങ്ങനെ കളിക്കും. അത് കാണാൻ ഞാനിങ്ങനെ റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പൊ നല്ല ചിരിക്കുന്ന മുഖമുള്ള ഈ ബോൾസ് നിങ്ങൾ കണ്ടല്ലോ. ഈ ബോൾസിനെ നിങ്ങൾ അതായത് നിങ്ങളുടെ ചുണ്ടുകളിൽ ഇങ്ങനെ ഹോൾഡ് ചെയ്ത് വെക്കണം. എന്താണ് തമാശയാക്കാണ്? എന്നിട്ട് പിന്നെ കൈ തൊടാൻ പാടില്ല. പിന്നെ കൈ ബാക്കിൽ വെച്ചിട്ട് നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ പോകണം. അപ്പൊ പ്രശ്നം ഗുരുതരമാണ്. പോയിട്ട് വളരെ വളരെ പതുക്കെ പോയി ആ ബാസ്ക്കറ്റിൽ ഈ ബോൾ ഇങ്ങനെ, അപ്പോഴും കൈ ഉപയോഗിക്കരുത്, ഇങ്ങനെ തന്നെ ബോൾ പ്ലേസ് ചെയ്യാം. അങ്ങനെ 1 മിനിറ്റിൽ 5 ബോൾസ് എങ്കിലും മിനിമം നിങ്ങൾ പ്ലേസ് ചെയ്യണം. അതാണ് നമ്മുടെ ഒരു രീതി. അപ്പോ നിങ്ങൾ ജയിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് പണിഷ്മെന്റ് ഉണ്ട്. പണിഷ്മെന്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ്. ഓക്കെ, അപ്പൊ റെഡി അല്ലേ ഗെയിം കളിക്കാൻ? ഓക്കെ, അപ്പൊ ആദ്യം ആരുടെ ബോൾ വെച്ച് തുടങ്ങണം? ദുർഗയുടെ ബോൾ വെച്ച് തുടങ്ങാം. അന്ന് ഇതിങ്ങ് തന്നോളൂ. അപ്പൊ ഞങ്ങളുടെ ഈ ചിരിക്കുന്ന ബോളിനെ നിങ്ങൾ കരയിപ്പിക്കരുത്. ഓക്കെ, നല്ല സന്തോഷമായിട്ട് പോയിട്ട് ഇടാം. നമുക്ക് തുടങ്ങിയാലോ? ഓക്കെ, സോ റെഡി. എല്ലാം ഭംഗിയാക്കി തരണേ. വന്നു, വേഗം അതിന്റെ പുറകെ സമയം കളയരുത്.
മനഃപൂർവ്വം കളഞ്ഞതാണോ ദുർഗ? പണിഷ്മെന്റ് ഉണ്ട് കേട്ടോ. ശ്രദ്ധിച്ച്. ഇത്ര മനോഹരമായ ആചാരങ്ങൾ. യെസ്. അടുത്ത്. ഇപ്പൊ ഒരു ബോളേ വന്നിട്ടുള്ളൂ. ഓക്കെ, റെഡി. യെസ്, കുറച്ച് സ്പീഡില്. വീട്ടിൽ പോയിട്ട് ബാക്കി. എവിടെ അസുഖം എനിക്ക് മനസ്സിലായി. അടുത്തത്. നമുക്ക് 5 ബോളെങ്കിലും വേണം. ഇപ്പൊ നിങ്ങൾ 3 ഇട്ടിട്ടുണ്ട്. യെസ്. 1 മിനിറ്റ് ഉള്ളൂ ട്ടോ സമയം. 1 മിനിറ്റ് ഉള്ളൂ. ഹൈറ്റ് പ്രശ്നം തോന്നുന്നുണ്ടോ? ഇല്ല. ഈ ഹൈറ്റ് ഒരു ശാപമായി ഇപ്പൊ തോന്നുന്നുണ്ടോ? ഇല്ല. റെഡി. ദുർഗ ഭയങ്കര കോൺസെൻട്രേഷനിലാണ്. എന്റെ വളിച്ച തമാശ കേൾക്കാൻ സമയമില്ല എന്നാണ് ദുർഗ പറയുന്നത്. ഞാൻ സെറ്റിൽ കുറെ കേട്ടതാ. ഒത്തില്ല. റെഡി, അടുത്തത്. ഇനി 3 ബോൾസും കൂടി ഉള്ളു ബാക്കി. യെസ്, സമയം കഴിയാറായി. വേഗം. എന്തോ എങ്ങനെ ആകെ ഒരെണ്ണം മാത്രമാണ് അവര് പ്ലേസ് ചെയ്യുന്നത്. അയ്യോ, പോയി. Time over. കഴിഞ്ഞോ? കണ്ണ് വെച്ചിട്ട് ഒരെണ്ണം കളഞ്ഞ. എന്റെ കണ്ണല്ലേ? അപ്പൊ മൊത്തം 2 എണ്ണാണ് നിങ്ങൾ പോയത്. ഞാൻ നോക്കട്ടെ മൊത്തം നമ്മൾ എത്ര എണ്ണം ഉണ്ടെന്ന്. ഓ മൈ ഗോഡ്, ഇത് മൊത്തം ലിപ്സ്റ്റിക് ആണ്. മറ്റേ ബോൾ ഇപ്പൊ ജീവനുണ്ടായിരുന്ന പാടിയ ചുംബനം കൊണ്ടെന്നെ മൂടി. ഓ മൈ ഗോഡ്. എന്തായാലും എണ്ണിക്കോ. 1 2 3 4 5 6 7 8. ഒരു ബോൾ ഇവിടെ ബാലൻസ് ഉണ്ട്. അപ്പൊ മൊത്തം ഇവര് 8 ബോൾ കളക്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോ എനിക്കിങ്ങനെ എന്താ പറയാ പണിഷ്മെന്റ് ഒക്കെ കൊടുക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ഇത്രയും മനോഹരമായിട്ട് ഇവർ രണ്ടുപേരും കളിക്കുമ്പോൾ വെക്കാൻ മിടുക്കറാണ് ഞങ്ങള് പണ്ടേ. ഭയങ്കരം തന്നെ. ഇതിന് പണിഷ്മെന്റ് പ്ലാൻ ചെയ്യുന്നത് എന്തായിരുന്നു? പണിഷ്മെന്റ് പ്ലാൻ ചെയ്തിരുന്നത് ഞാൻ വിചാരിച്ചത് ദുർഗേനെ കൊണ്ട് ഒരു മുളക് പൊടി ഒരു സ്പൂണിൽ എടുത്തിട്ട് ഇങ്ങനെ കഴിച്ചിട്ട് ഒരു ഡയലോഗ് പറയാ എന്നുള്ളതായിരുന്നു എന്റെ ഒരു പണിഷ്മെന്റ്. പക്ഷെ അത് നമ്മൾ ബെറ്റ് വെക്കുമ്പോൾ ഒരു പാലം അങ്ങോട്ടും ഇങ്ങോട്ടും ആണല്ലോ. അപ്പൊ ഞങ്ങൾ വിജയിച്ച സ്ഥിതിക്ക് ആ പണിഷ്മെന്റ് ചെയ്യുന്നതല്ലേ ശരി? അതല്ല നല്ലത്. അതല്ല ഒരു ന്യായം. നിങ്ങളെ ഈ ഷോയിലേക്ക് വിളിച്ചത് ഞാനാണ്, മനസ്സിലായോ? ഇവിടെ ഞാനാണ് അധികാരി, എല്ലാവർക്കും മുതലാളി. എനിക്ക് പണിഷ്മെന്റ് ചെയ്യാൻ പാടില്ല. ഈ ഷോയിൽ ഞാൻ ആങ്കർ ചെയ്യുന്നോണ്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടോ? ബുദ്ധിമുട്ടുണ്ട്. അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ ഞാൻ കാലമെടുക്കാം. എന്നെ ജീവിക്കാൻ അനുവദിക്കൂ. എനിക്ക് മുളക് പൊടി ഭയങ്കര ഇഷ്ടമല്ല, ഭയങ്കര എരിവ്. പാവം. അപ്പൊ ഗെയിമിൽ ജയിച്ചവർ രണ്ടുപേരും ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ ആ സന്തോഷത്തിന് വേണ്ടി അർജുൻ പറഞ്ഞു ഞാനിങ്ങനെ മുളക് പൊടിയൊക്കെ കഴിച്ചാൽ കുറച്ച് നന്നായിരിക്കും എന്ന് പറഞ്ഞു. പക്ഷെ നമുക്ക് എരിവ് വേണ്ട, നമുക്ക് മധുരമാവാം അല്ലേ? മധുരത്തിന് ഏറ്റവും നല്ലത് ഒന്നില്ലെങ്കിൽ പാട്ട് അല്ലെങ്കിൽ ഡാൻസ് ആണ്. അപ്പോൾ അർജുന്റെ മനസ്സിൽ എന്തെങ്കിലും ഒരു ഡാൻസ് ഞങ്ങൾ ചെയ്യണമെന്നോ അല്ലെങ്കിൽ അർജുൻ ദുർഗ ചെയ്ത് കാണണമെന്നോ അങ്ങനെ എന്തെങ്കിലും മനസ്സിലുണ്ടോ? നിങ്ങൾ രണ്ടുപേരും കൂടി റീസെന്റ് ചെയ്തിട്ടുള്ള കുടുക്ക് മൂവിയിലെ തെയ്തക സോങ് ആണെങ്കിൽ നല്ലതായിരിക്കും. സോ യു ദുർഗ നമുക്ക് അത് ചുമ്മാ ഒന്ന് ചെയ്താലോ? നമ്മള് തെയ്തക ഒട്ടും എക്സ്പെക്റ്റഡ് അല്ലായിരുന്നു. 2 മില്യൺ വ്യൂസ് പ്ലസ് ആയിട്ടുണ്ട് തെയ്തക സോങ്ങിന്. അപ്പൊ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ആ തെയ്തക ഒരു സെലിബ്രേഷൻ, ഇവരെല്ലാരും കൂടെ എന്റെ വീട്ടിൽ വരുന്നു, നമുക്ക് അവിടെ ഒരു ഡാൻസ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു ചാറ്റ് ഷോ പോലൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. 1 മില്യൺ ആയ സമയത്ത് ഒരു സെലിബ്രേഷൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് നടന്നിട്ടില്ല. ഇപ്പൊ ബില, കിച്ചു, റാം നിങ്ങൾ അറിയുവാൻ ഞങ്ങൾ രണ്ടുപേരും കൂടെ 2 മില്യൺ സെലിബ്രേറ്റ് ചെയ്യാൻ പോവാണ്. അപ്പൊ നമുക്ക് ഞങ്ങളുടെ കുടുക്ക് 2025 എന്ന സിനിമയിലെ ആ മനോഹരമായ ഗാനത്തില് നൃത്ത ചുവടുകളുമായി ദുർഗ കൃഷ്ണ ആൻഡ് സ്വാസിക.
ഞാൻ ഐശ്വര്യ. ഞാൻ തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറ്റിൻകരയിലാണ് താമസിക്കുന്നത്. കല്യാണ ദിവസം ദുർഗ ഇട്ടിരുന്ന മാലയുടെ എണ്ണം. ഒരുമിച്ച് നിങ്ങൾ ആദ്യമായി കണ്ട സിനിമ? MS ധോണി. MS ധോണി അല്ല, നമ്മൾ ആദ്യം കണ്ട മൂവി ആഡം ജോൺ. അച്ഛനും അമ്മയും എല്ലാവരും ഉണ്ട്. നിങ്ങൾ കഴിഞ്ഞ ഇന്റർവ്യൂ MS ധോണി അല്ലേ പറഞ്ഞു? കേരളത്തിലെ എല്ലാ ദോശ ഇഡ്ഡലി പ്രേമികൾക്കും നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു സ്വാസിക മാവ്. Costume courtesy for Swastika. Akira by Shinu Ushas. Ornaments courtesy for Swastika. Himani Jewelry Store.